സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മെ കർത്താവ് പരിപാലിച്ചു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നൽകിത്തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ശമ്പളം നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം മെച്ചപ്പെട്ട ജോലികൾ ലഭിക്കണമെന്നും മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കണമെന്നും ഒക്കെയാണ്. പഴയ കാലത്ത് ആ കാലത്തിനനുസൃതമായിട്ടുള്ള ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ മിക്ക ആളുകളും കൃഷി ജോലികളിൽ വ്യാപൃതരായിരുന്നത് കൊണ്ട് മിക്ക ഉപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. തൂമ്പ, മൺവെട്ടി, മഴു, വെട്ടുകത്തി അങ്ങനെ തുടങ്ങി അങ്ങോട്ട് അനവധിയായ കാർഷിക ഉപകരണങ്ങൾ ആ കാലത്ത് സുലഭമായിരുന്നു. ഈ ഉപകരണങ്ങളിൽ മിക്കവയും ഇന്ന് കാലഹരണപ്പെട്ടുപോയി. അന്നത്തെ ഉരലുകളോ ആട്ടുകല്ലുകളോ ചങ്ങഴികളോ ഇതൊന്നും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ചരിത്രം പറയുന്നതനുസരിച്ച് കേരളത്തിൻ്റെ ആ സ്ഥിതിക്ക് വ്യതിയാനം സംഭവിച്ചത് വിദേശ മിഷണറിമാരുടെ വരവോടുകൂടെയാണ്. അവർ ഈ നാട്ടിലേക്ക് വരികയും അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾക്ക് അക്ഷരാഭ്യാസം ലഭിക്കുന്നതിനുള്ളതായ ഒരു മാർഗം ഉടലെടുക്കുകയായിരുന്നു. അങ്ങനെ അന്ന് സ്ഥാപിച്ച അനേക സ്കൂളുകൾ ഇപ്പോഴും ഭംഗിയായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ്. അങ്ങനെ നാടിൻ്റെ മുഖം മാറി വിദ്യാസമ്പന്നരായ ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് ജോലി സാധ്യതകൾക്ക് വ്യത്യാസങ്ങളുണ്ടായി. ആളുകൾ പിൽക്കാലത്ത് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ധാരാളം ആളുകൾ ജോലിക്കായി പോയി. ഗൾഫിൽ നിന്നുള്ളതായ പണം നാട്ടിലേക്ക് എത്തിച്ചേർന്നതോടുകൂടെ നാടിൻ്റെ വികസനം മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കൂടുതൽ ശമ്പളം പ്രതീക്ഷിച്ച ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുവാനായിട്ട് ആരംഭിച്ചു. ഓസ്ട്രേലിയ, UK, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറി. കാരണം കൂടുതൽ ശമ്പളം കിട്ടുന്നതിന്, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് ആളുകൾ അങ്ങനെ കുടിയേറുവാൻ ഇടയായിത്തീർന്നു. എല്ലാവരുടെയും ആഗ്രഹം ഒന്നു തന്നെയാണ്, ജോലി ചെയ്യുന്നതിനനുസരണമായിട്ടുള്ള മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കണം, മെച്ചപ്പെട്ട ജോലികളും മെച്ചപ്പെട്ട ശമ്പളവും ലഭിക്കണം. അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ ഉയരും. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈ ശമ്പളമെല്ലാം നാം അറിഞ്ഞുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്നതായ ശമ്പളമാണ്. എന്നാൽ നാം അറിയാതെ നമുക്ക് ലഭിക്കുന്നതായ ഒരു ശമ്പളമുണ്ട്. അതിനെ സംബന്ധിച്ച് അധികം ആരും ചിന്തിക്കാറില്ല. എന്നാൽ അത് ഏറ്റവും പ്രാധാന്യമേറിയ ഗൗരവമർഹിക്കുന്നതായ ഒരു ശമ്പളമാണ്. അതെന്ത് ശമ്പളമാണ്? ദൈവവചനം ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇത് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ നേടുവാൻ അർഹതപ്പെടുന്നതായ ഒരു ശമ്പളമാണ്. കാരണം അവൻ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത് ആദാമ്യവർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ പാപിയായി ജനിച്ചു വീഴുന്നു. ഈ പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്നത് ഏത് മരണമാണ്? ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും മരിക്കും. എന്നാൽ അതിനപ്പുറമായി മറ്റൊരു മരണമുണ്ട്. അതിനെ നിത്യമരണം എന്നാണ് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. പാപിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ അവൻ്റെ കണ്ണുകൾ അടയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അടുത്ത നിമിഷം യാതനാസ്ഥലത്ത് തുറക്കപ്പെടുകയാണ്. അത് അന്ത്യന്യായവിധി വരെ മനുഷ്യാത്മാക്കളെ സൂക്ഷിച്ചിരിക്കുന്നതായ ഒരു തടവറയാണ്. പാപാവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയതായ ഈ ആത്മാവ് അന്ത്യന്യായവിധിക്ക് ശേഷമായി നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. നിത്യത മുഴുവനും ആ ആത്മാവ് നരകാഗ്നിയിൽ കിടക്കുന്നു. അതിനെയാണ് നിത്യമരണം എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. അതാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുന്നത്. വാസ്തവത്തിൽ ഈ നരകാഗ്നി ദൈവം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. എന്നാൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയ നിത്യമായ നരകാഗ്നിയാണ്.
എന്നാൽ പാപിയായ മനുഷ്യൻ പാപാവസ്ഥയിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവൻ അറിയാതെ തന്നെ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമായ നരകാഗ്നിയിലേക്ക് പതിക്കേണ്ടതായി വരുന്നു. ഈ നരകാഗ്നിയിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ്? ദൈവവചനം ഇങ്ങനെ പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്ന് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുന്ന് പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവനാണ്. അങ്ങനെ പരിശുദ്ധനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല മനുഷ്യർക്കും വേണ്ടി ചിന്തപ്പെട്ടു. ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു എന്ന് വിശ്വസിക്കുകയും യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുകയും നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുകയും ചെയ്യും. ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.